സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്തുകൊണ്ടുള്ള ധവളപത്രം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ.എം. ചന്ദ്രശേഖരൻ അധ്യക്ഷനായ സമിതിയാണ് സാമ്പത്തിക നില പരിശോധിച്ച് ധവളപത്രം തയ്യാറാക്കിയത്. തിരുവനന്തപുരത്ത് നിന്ന് എസ് വിനേഷ് കുമാറാണ് വിവരങ്ങളുമായി ചേർന്നത്. വിനേഷ്, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ നേർചിത്രം വ്യക്തമാക്കുന്ന ഒരു ധവളപത്രമായിരിക്കും എന്ന് നിയമസഭയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ 10 വർഷക്കാലത്ത് സംസ്ഥാന സർക്കാർ ഈ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ഈ ചെലവുകളൊക്കെ തന്നെ ഏതെല്ലാം രീതിയിൽ വിനിയോഗിച്ചു, സംസ്ഥാന സർക്കാരിന്റെ നികുതി വിവരങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള എല്ലാ വിവരങ്ങളും തന്നെ ഈ ധവളപത്രത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കാം പ്രതീക്ഷിക്കുന്ന ഈ ധവളപത്രത്തിൽ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സൂര്യ, ഗോകുൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും ധവളപത്രം ഒടുവിൽ ഇറങ്ങുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അല്ലെങ്കിൽ നമുക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, തെരഞ്ഞെടുപ്പിൻ്റെ മാനിഫെസ്റ്റോയിൽ, UDF മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടെ ധവളപത്രം ഇറക്കും. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ വ്യക്തമാക്കുന്നതാണിത്. വളരെ സമഗ്രമായ ഒരു ധവളപത്രം തന്നെയായിരിക്കും ഇറങ്ങുക. വരുമാന ചോർച്ച, അതുപോലെ തന്നെ നികുതിയുമായി ബന്ധപ്പെട്ട് നികുതി പിരിച്ചെടുക്കാനുള്ളത്, അതുപോലെ തന്നെ ഇനി ചെലവഴിക്കാനുള്ള തുക സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വളരെ സമഗ്രമായി തന്നെ കെ.എം. ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ നമുക്കറിയാം, മുൻ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം, സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിദഗ്ധ സമിതിയാണ് ധവളപത്രം ഇറക്കുന്നത്. ധവളപത്രം ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ചില സംസാരങ്ങളുണ്ടായി നമ്മൾ കണ്ടതാണ്. അതിൽ ധവളപത്രം ഇറങ്ങിയതിന് ശേഷം നമുക്ക് പറയാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ധവളപത്രം ഇറങ്ങട്ടെ, അത് കാണിച്ച് ഉമ്മാക്കി കാണിച്ച് വായടപ്പിക്കേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് മറുപടിയും പറഞ്ഞു നമ്മൾ കണ്ടതാണ്. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി, കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും കൃത്യമായൊരു കാഴ്ചപ്പാട്, സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള കൃത്യമായൊരു കാഴ്ചപ്പാട് UDF സർക്കാരിൻ്റെ കയ്യിലുണ്ടെന്ന് ധനകാര്യ വകുപ്പ് കൂടി കൈയാളുന്ന മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ധവളപത്രം ഇറങ്ങുന്നതോടുകൂടി എങ്ങനെ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എന്തൊക്കെയാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതെല്ലാം വളരെ വ്യക്തമായി തന്നെ ഇതിനകത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സർക്കാരിന്, കേന്ദ്ര സർക്കാരിൽ നിന്ന് എത്ര തുക കിട്ടി, അതിലെത്ര ചിലവഴിച്ചു, അതിലെത്ര വകമാറ്റി ചിലവഴിച്ചു, അതിൽ ചിലവഴിക്കാതെ ലാപ്സായി പോയത് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ, കഴിഞ്ഞ 10 വർഷത്തെ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ഈ ധവളപത്രത്തിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് UDF പറയുന്നത്, അല്ലെങ്കിൽ സർക്കാർ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും നിയമസഭയിൽ ഇന്ന് ഇത് സംബന്ധിച്ച് ധവളപത്രം ഇറങ്ങുന്നതോടുകൂടി പ്രതിപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്പോരിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു സൂചനയാണ് ഉണ്ടായത്. എന്തായാലും ധവളപത്രം ഇറങ്ങുന്നതോടുകൂടി നമ്മുടെ ധനസ്ഥിതി എന്താണ്, കൂടുതൽ ഫണ്ടുകൾ എങ്ങനെ സമാഹരിക്കാൻ കഴിയും, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ഇങ്ങനെയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും വരും ദിവസങ്ങളിൽ ചർച്ചയാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. സൂര്യ, ഗോകുൽ. ശരി, എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇന്ന് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില എങ്ങനെയാണ്, 5000 കോടി ബാക്കി വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയതെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും പൂച്ചവിറ്റ് കിടക്കുകയാണ് ഖജനാവിൽ നിന്ന് ഭരണപക്ഷം, അല്ലെങ്കിൽ വി.ഡി. സതീശൻ ധനമന്ത്രി, മുഖ്യമന്ത്രി പലതവണ ആവർത്തിച്ചതാണ്. അപ്പോ ഇന്നത്തെ മാത്രമല്ല, മുഖ്യമന്ത്രി വ്യക്തമായി ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നത് വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന്. ആ വിസ്മയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നത്. വമ്പൻ പ്രഖ്യാപനങ്ങൾ എങ്ങനെ പ്രാവർത്തികമാക്കും, അതിനുള്ള ധനകാര്യ മാനേജ്മെന്റ് വി.ഡി. സതീശന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാകും എന്നതൊക്കെയുള്ള ഒരു ചൂണ്ടുപലക കൂടിയായിരിക്കും ഇന്നത്തെ ധവളപത്രം എന്നത് ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.